ലാലേട്ടൻ്റെ ദൃശ്യം 3 സിനിമ അങ്ങനെ സിനിമയുടെ 25-ാം ദിനമായ മൂന്നാം ഞായറാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ ഗംഭീര കളക്ഷൻ തന്നെയാണ് പ്രീസെയിലായി നേടിയിരിക്കുന്നത്. സിനിമ ഇന്ന് പ്രീസെയിലായി കളക്ഷൻ നേടിയിരിക്കുന്നത് 65 ലക്ഷം രൂപയോളമാണ്. അപ്പോൾ സിനിമ ഇന്ന് കേരളത്തിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുന്ന ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സിനിമയുടെ ഇതുവരെയുള്ള ശനിയാഴ്ചത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഇന്നലെ സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് വന്നിരിക്കുന്നത്. ഇന്നലെ സിനിമ കേരളത്തിൽ നിന്ന് 1 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അപ്പോൾ സിനിമ ഇന്നലെ വരെ കേരളത്തിൽ നിന്നും 89 കോടി 50 ലക്ഷം രൂപയോളമാണ് സിനിമ കളക്ഷനായി നേടിയിരിക്കുന്നത്. സിനിമയുടെ ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷനിൽ കിടക്കുമ്പോൾ 244 കോടി രൂപയുടെ സിനിമ വേൾഡ് വൈഡായി നേടിയെടുത്തിട്ടുണ്ട്. സിനിമ ഇപ്പോൾ 3-ാം വാരത്തിലാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ തിയേറ്റർ റണ്ണിംഗ് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അതെ, സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം സിനിമ ജൂൺ 18-ന് ഈ വരുന്ന ജൂൺ 18-ന് OTT റിലീസായി ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ സിനിമയുടെ റണ്ണിംഗ് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. എന്തായാലും സിനിമ മികച്ച കളക്ഷൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. സിനിമ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഇപ്പോൾ നേടിയെത്തിക്കുന്നത്. വെറും 20 കോടി ബഡ്ജറ്റിലെത്തിയ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് 244 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമയുടെ കേരള കളക്ഷൻ 89 കോടിക്ക് മുകളിൽ എത്തുന്നതായിരിക്കും. സിനിമയുടെ കേരള കളക്ഷൻ 90 കോടി കടക്കുന്നത് ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടി 245 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ സിനിമ മികച്ച കളക്ഷൻ കുതിപ്പാണ് പോയി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി സിനിമ 250 കോടി അടിക്കുമോ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഈ വീക്കെൻഡ് കൂടി 18-ാം തീയതി സിനിമ ഇറങ്ങുമല്ലോ. ഈ 3 ദിവസം കൂടി സിനിമ റൺ ചെയ്തുകൊണ്ട് കളിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇറക്കുന്നത് ഉറപ്പ് വരാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇറക്കുന്നത് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സിനിമ 250 കോടി ക്ലബ്ബിൽ കയറുമോ എന്ന്. എന്തായാലും നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമക്ക് OTT റിലീസാകാൻ വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.